ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡെസ്റ്റിനി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് ജനറൽ സർവീസ്, വാട്ടർ സർവീസ്, ഓയിൽ ചെക്കപ്പ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. വണ്ടി 21,000 കിലോമീറ്റർ, 21,100 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ ഓടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, ബാക്ക് ബ്രേക്ക്, എയർ ഫിൽറ്റർ അങ്ങനെ തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കഴിഞ്ഞ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 18,500 നമ്മൾ ഓയിൽ മാറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഓയിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഓയിൽ ചേഞ്ച് കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട്. കിലോമീറ്റർ ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നോക്കുമ്പോൾ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്, പഴക്കം ആയിട്ടില്ല. നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നും ആയിട്ടില്ല. നമുക്ക് അതിൻ്റെ ഈ മോളിൽ വന്ന ഈ കോട്ടിങ് ഇത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. ഇത് മറ്റേ വിസ്കസ് ടൈപ്പ് ഫിൽറ്ററാണ്. അതിലേക്ക് പൊടി ആയിട്ടില്ല. ഇതുള്ളത് കൊണ്ട് അങ്ങനെ കാര്യമായിട്ട് പൊടി അതിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട്. അല്ല ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, റോളർ ഗ്രീസിങ് ആവശ്യമാണ്, ഗ്രീസിങ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് അഴിക്കുന്നത്. നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ, ബെൽറ്റ് ഈ ഭാഗമൊന്നും പ്രശ്നമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചെറിയൊരു പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെവിടെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ചെറിയ ചിഹ്നല പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്തിരുതി ഇപ്പോൾ മാറ്റണമെന്നില്ല. നമുക്ക് നല്ല ഓട്ടം, അതായത് ദീർഘദൂര ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ട മാറ്റിക്കളയാം. ഇനി അതല്ല, നമുക്ക് ഈ ലോക്കൽ ഓട്ടം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തന്നെ കിടക്കട്ടെ. നമുക്ക് അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യും. കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റാം. അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 മാസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തുടങ്ങി അങ്ങോട്ടേക്ക് 3000 കിലോമീറ്റർ അല്ലെങ്കിൽ 4 മാസം, അതാണ് അതിൻ്റെ കാലാവധി പീരീഡ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മേജറായിട്ടുള്ള പ്രശ്നത്തിലേക്കൊന്നും വരില്ല. നേരെ മറിച്ച് നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കരുത്, മാറ്റിയിടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ബെൽറ്റ് പൊട്ടിയിട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ സർവീസ് ചെയ്യണ പൈസ തന്നെ ലേബർ ചാർജ് ആയിട്ട് വരും. അപ്പോൾ കൂട്ടത്തിക്കട മാറ്റി പോവുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. ഞാനങ്ങനെ സജഷൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് ഒക്കെ നോക്കി നമ്മൾ ചെക്ക് ചെയ്തു. വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്നുമില്ല, വർക്കിംഗൊക്കെ സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകണമാണ്, വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. കാരണം ക്ലച്ച് ഔട്ട് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരാം. പിന്നെ നമ്മളതിൻ്റെ ആക്സിലേറ്റർ കേബിളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. പ്ലേക്ക് ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു നനവ് ആ ബോൾട്ടിൻ്റെ അവിടെ മാത്രം, അത് കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ആയിട്ടില്ല. അതൊക്കെ തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ ഇടാം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക്, ഫ്രണ്ട് കൂടി നമ്മൾ അഴിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു കേബിൾ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അടിയിലത്തെ കേബിൾ നമ്മൾ മാറ്റി ഒരു പ്രാവശ്യം പുതിയതിട്ടാണ്. അതേപോലെ ആ മാറ്റാൻ കാരണം എന്ന് പറഞ്ഞാൽ ഔട്ടർ വലിഞ്ഞിട്ട് കേബിൾ ഇന്നർ ഇങ്ങനെ ഒട്ടും വലിയാത്തൊരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ടായിരുന്നു. സെയിം കംപ്ലൈൻറ്റ് ഇവിടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളിനും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു സർവീസും കൂടി ഇങ്ങനെ കിടക്കട്ടെ, നമുക്ക് അടുത്ത സർവീസിൽ മാറ്റാം. കാരണം ഇതണ്ട, ഈ ബ്രേക്ക് പിടിച്ച ഇവിടെ നിന്നിടയ്ക്ക് മൂവ് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് വളരെ കുറവുള്ളൂ. കാരണം അത് ഔട്ടർ ഇങ്ങനെ വലിച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലെങ്ത്തുള്ള കേബിൾ ആയതുകൊണ്ട് തന്നെ മിസ്റ്റേക്കാണ്. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് മാറ്റിയിടാം കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. വണ്ടി വന്നപ്പോഴാണ് മാക്സിസിൻ്റെ ടയർ കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് ഇതുമ്പോൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. 12.866 ഇഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട് നമുക്ക്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് തോന്നുന്നു വണ്ടി ഓട്ടം കുറവുണ്ടെങ്കിൽ ചില കേസിൽ അങ്ങനത്തെ സിറ്റുവേഷൻ വരാറുണ്ട്. പക്ഷേ സെൽഫ് അടിക്കുന്നതിനൊന്നും പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിലവിൽ നമ്മുടെ ഇപ്പോൾ മീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ പ്രോബ്ലം വെച്ചാൽ ചെറിയൊരു വേരിയേഷൻ ആംബിയറിൻ്റെ കേസിലുണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് ഡിക്റ്റേറ്റിംഗ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ചിലത് പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് ബാറ്ററി ഡെഡായി നിൽക്കുന്ന കണ്ടീഷനിലായിരിക്കാം. അത് ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചെന്ന് വരാം. ചിലപ്പോൾ 5-6 മാസം 6-7 മാസമായിട്ടും കംപ്ലയിൻറ്റ്, ഇപ്പോൾ മീറ്ററിൽ കംപ്ലയിൻറ്റ് കാണിച്ചിട്ടും കംപ്ലയിൻറ്റ് ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പ്രോബ്ലം ഒന്നും വിചാരിക്കാനില്ല. സെൽഫിൻ്റെ പ്രശ്നം അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിൽ നമുക്ക് വാറണ്ടിയിലേക്ക് കയറ്റി വിടാം. ഇപ്പം നിലവിൽ സെൽഫൊക്കെ വർക്കിംഗ് ആണ്, വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കാണിക്കണ്ടോ, സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കണ്ടോ അത് നോക്കി ഉണ്ടെങ്കിൽ തന്നെ കൈയോടെ നമ്മളൊന്ന് അലർട്ട് ആവണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ 2023 മോഡൽ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 24 മാസമാണ് വാറണ്ടി പീരീഡ്. ബാറ്ററിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വാറണ്ടി ആണോ അത് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 24 മാസം തികണേക്കാളും പിന്നെ ബാറ്ററി ചേഞ്ചിന് റീപ്ലേസ്മെൻറ്റിന് വേണ്ടി ക്ലെയിം ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നിലവിൽ അഴിച്ച് ബൂസ്റ്റ് ചെയ്തിട്ട് കയറ്റി കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് കാണിക്കും.
അതുകൊണ്ടാണ് നമ്മൾ അത്ര റിസ്ക്. കാരണം വണ്ടി ഓടി വരുമ്പോഴായാലും സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ഇന്ന് കാലത്ത് 2 ദിവസം ഇരുന്നിട്ട് ഇന്ന് കാലത്ത് എടുക്കുമ്പോഴും ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നിലവിലെ കംപ്ലയിൻറ്റ് ആവണമെന്നില്ല, ജസ്റ്റ് നോക്കിയിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിലൊന്ന് മാറ്റേണ്ടി വരും കേട്ടോ, കാരണം പ്ലഗ് ഏകദേശം അതിൻ്റെ ഒരു ലൈഫ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ ഉള്ളൂ മെയിനായിട്ട്. വാട്ടർ സർവീസ്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ, ഇത്രയും കേസേ ഉള്ളൂ കേട്ടോ. ഈ ബാറ്ററി ഡേസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. മാറ്റണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ മാറ്റിയിടാം ഓട്ടത്തിൻ്റെ അനുസരിച്ച്. എന്തോരം ഓടമുണ്ട്, എങ്ങനത്തെ ഓട്ടാന്നുള്ള കേസ് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കരുത്, മാറ്റിക്കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കട്ടെ. നെക്സ്റ്റ് സർവീസ് നമുക്ക് അടുത്ത സർവീസിലായാലും മാറ്റിയാൽ മതി. ഓക്കെ.